എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. എല്ലാ കുട്ടികൾക്കും ഏറെ പ്രിയപ്പെട്ട വനില കപ്പ് കേക്ക്സിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. നല്ല പെർഫെക്റ്റ് രുചിയിൽ പഞ്ഞി പോലെ സോഫ്റ്റും മോയിസ്റ്റുമായിട്ടുള്ള കപ്പ് കേക്ക് റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കപ്പ് കേക്ക് പെർഫെക്റ്റ് രുചിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ഈസിയായി ആർക്കും തയ്യാറാക്കാവുന്ന മറ്റു പലതരം ഈസി കേക്ക് റെസിപ്പികൾ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവയുടെയൊക്കെ വീഡിയോസ് ചാനൽ പ്ലേലിസ്റ്റിൽ കാണാം. ഇതിനായി ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ പൊടികളും ഈവനായി മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. അടുത്തതായി കേക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാം. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ എടുത്താൽ കേക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മെൽറ്റ് ചെയ്ത ബട്ടറല്ല എടുക്കേണ്ടത്. ഇതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ബട്ടറാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ വെയിറ്റ് 110 ഗ്രാം വരും. ഇത്ര കറക്റ്റായി 110 ഗ്രാം തന്നെ എടുക്കണമെന്നില്ല. 100 ഗ്രാം ബട്ടർ എടുത്താലും മതി. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയതുകൊണ്ട് ഓൾറെഡി സോഫ്റ്റ് ആണ്. എങ്കിലും ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര പൊടിച്ചോ പൊടിക്കാതെയോ ചേർക്കാം. ആദ്യം ഒരു പകുതി പഞ്ചസാര ചേർക്കാം. ആദ്യം തന്നെ ബീറ്റർ ഓൺ ആക്കി ഇത് ബീറ്റ് ചെയ്താൽ പഞ്ചസാര പൊടി ഭയങ്കരമായിട്ട് പറക്കും. അതുകൊണ്ട് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബീറ്റർ ഓൺ ആക്കി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി നല്ലൊരു ക്രീം പരുവമാക്കി എടുക്കണം. അപ്പം നമുക്ക് വേഗം ഇത് ബീറ്റ് ചെയ്ത് ക്രീം പരുവാകാൻ ഏറ്റവും നല്ലത് പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിക്കാതെ ചേർത്താലും ഇത് ചെയ്യാം. പക്ഷെ കൂടുതൽ സമയം ബീറ്റ് ചെയ്താലാണ് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തുന്നത്. പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ മിക്സ് ആവാതിരിക്കുന്നത് ഒരു സ്പാറ്റില യൂസ് ചെയ്ത് സെൻറ്ററിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് വീണ്ടും ബീറ്റ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ക്രീം പരുവമാക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നന്നായി യോജിച്ച് നല്ലൊരു ക്രീം പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. 2 മുട്ടയാണ് ചേർക്കേണ്ടത്. ആദ്യം ഒരു മുട്ട ചേർക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങി പിന്നീട് ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി അടുത്ത മുട്ട കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഇത് തയ്യാറാക്കാൻ ഇതുപോലെ ഹാൻഡ് മിക്സർ വേണമെന്ന് നിർബന്ധമില്ല. വിസ്ക് യൂസ് ചെയ്താലും മതി. ഇതിലും കുറച്ചുകൂടെ ഒന്ന് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി എസൻസ് ചേർക്കാം. 1 ടീസ്പൂൺ വനില എസൻസും 5 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും കൂടി മിക്സ് ചെയ്തതാണിത്. ഇത് ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ചേർത്ത പൈനാപ്പിൾ എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. വനില എസൻസ് മാത്രം ചേർത്താലും മതി. പൈനാപ്പിൾ എസൻസ് ചേർത്താൽ കപ്പ് കേക്കിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ചേർക്കാം. ഈ രീതിയിൽ ഇങ്ങനെ അരിച്ച് ചേർക്കുമ്പോൾ പൊടിക്കിടയിലൂടെ നന്നായി എയർ കയറും. നമ്മുടെ കേക്ക് നല്ല പഞ്ഞു പോലെ സോഫ്റ്റും ഫ്ലഫി ആകുന്നത് ഈ രീതിയിൽ ചെയ്താലാണ്. ഇത് ഹാൻഡ് മിക്സർ കൊണ്ട് തന്നെ ലോ സ്പീഡിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലൊന്നും ഇട്ട് ഒത്തിരി സമയം ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാല് ചേർക്കണം. അതിനായി 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഒരുമിച്ച് ചേർക്കരുത്. കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനായി ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത പാല് ചേർക്കരുത്. പാല് ഒരു റൂം ടെമ്പറേച്ചറിലായിട്ട് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത പാല് ചേർത്താൽ ബാറ്റർ പിരിഞ്ഞതുപോലെ വരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ കേക്കിന് കിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ബട്ടർ, മുട്ട ഇവയൊക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. അവയൊക്കെ തണുത്തിരുന്നാലും ബാറ്റർ പിരിഞ്ഞതുപോലെ വരും. അഥവാ ബാറ്റർ ഒന്ന് പിരിഞ്ഞതുപോലെ വന്നാലും കുഴപ്പമില്ല. കുറച്ച് സമയം കൂടി ഒന്ന് ബീറ്റ് ചെയ്താൽ അത് ക്ലിയറായി വരാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ക്ലിയർ ആവണമെന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല. ബാറ്റർ കളയൊന്നും വേണ്ട. നിങ്ങൾക്കത് ബേക്ക് ചെയ്ത് കേക്കാക്കാം. ബാക്കിയിരിക്കുന്ന പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലുള്ള എല്ലാ മിക്സിങ്ങും ലോ സ്പീഡിലിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നിന്നും പൊടി പറക്കാതിരിക്കാൻ ആദ്യം സ്പാറ്റില കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാല് കൂടി ചേർക്കാം. സ്പാറ്റില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. കേക്ക് പാറ്റേണിനുള്ളിൽ ആവശ്യത്തിനുള്ള എയർ വേണമെങ്കിൽ മാത്രമേ കേക്ക് സോഫ്റ്റ് ആയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഹാൻഡ് മിക്സർ കൊണ്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മഫിൻ ട്രേ അല്ലെങ്കിൽ കപ്പ് കേക്ക് ട്രേ എടുത്ത് അതിലേക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലൈനറിൻ്റെ കനം അനുസരിച്ച് 1-2 കപ്സ് വെച്ച് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ വെക്കുന്ന കപ്പ് നമുക്ക് അടുത്ത കപ്പ് കേക്കിന് യൂസ് ചെയ്യാവുന്നതാണ്. 6 കപ്പ് കേക്ക് ഉണ്ടാക്കാവുന്ന ഒരു ട്രേ ആണിത്. ഈ ട്രേയിൽ ഉണ്ടാക്കുന്ന കപ്പ് കേക്കിൻ്റെ സൈസ് തീരെ ചെറിയ സൈസ് കപ്പ് കേക്ക് അല്ല, സ്വല്പം വലിയ ടൈപ്പാണ്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ബാറ്റർ ഒഴിക്കുമ്പോൾ ഇതിൽ നിറയെ ബാറ്റർ ഒഴിക്കരുത്. ഒരു പകുതി ഭാഗം വരെ ബാറ്റർ മതി. കൂടിപ്പോയാൽ 1/4 ഭാഗം, അതല്ലെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്ക് ഒഴുകി പോകും. ഇത്രയും ബാറ്റർ കൊണ്ട് ഈ സൈസിലുള്ള ഒരു 15-16 കപ്പ് കേക്ക്സ് വരെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഈ ഒരളവ് കപ്പിൽ ഒരു കപ്പ് കേക്കിന് 2-2.5 ടേബിൾ സ്പൂൺ ബാറ്റർ മതിയാവും. അത് കൂടുതൽ ഒഴിച്ചാൽ പൊങ്ങിപ്പോകും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്ക് ലൈനർ ഇല്ലെങ്കിൽ പകരം ബട്ടർ പേപ്പർ മുറിച്ച് ഇതിൽ വെച്ച് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്താലും മതി. ഇനി ഇത് ബേക്ക് ചെയ്യാനായി ഓവനിലേക്ക് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസ് അതല്ലെങ്കിൽ 355 ഫാരൻഹീറ്റിൽ റീഹീറ്റ് ചെയ്ത ഓവനിലാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. 20 തൊട്ട് 25 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ഈ കപ്പ് കേക്ക് ട്രേയുടെ കപ്പിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ടൈപ്പ് കപ്പാണെങ്കിൽ ചിലപ്പം 18 മിനിറ്റിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. അതുകൊണ്ട് ആദ്യം ഒരു 18 മിനിറ്റിൽ ഇത് ബേക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്കിവിടെ ബേക്കായി കിട്ടാൻ ഒരു 21 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും പല സമയമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ 25 മിനിറ്റോ 20 മിനിറ്റോ വെച്ച് ബേക്ക് ചെയ്യരുത്. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നോക്കി ബേക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓവറായിട്ട് ബേക്കായാൽ അതിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെട്ടു പോകും. കേക്ക് ഭയങ്കര ഡ്രൈ ആയി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ മോയ്സ്റ്റ് പെർഫെക്റ്റ് കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ കപ്പ് കേക്ക് ട്രേയിൽ നിന്നും ഒന്ന് മാറ്റി ഒരു റാക്കിലേക്ക് തണുക്കാനായി വയ്ക്കാം. എല്ലാ കേക്കിനും പറയുന്നത് പോലെ തന്നെ ഈ കപ്പ് കേക്കും ഉണ്ടാക്കിയ ഉടനെ കഴിച്ചാൽ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റും ശരിക്കുള്ള മധുരവും ഒന്നും മനസ്സിലാവില്ല. മുട്ടയുടെ മണവും ചോയും ഒക്കെ വരാം. ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ച് പിറ്റേന്ന് കഴിക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് തുറന്ന് നോക്കാം. നല്ല പഞ്ഞു പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇത് പുറത്ത് വെച്ച് സൂക്ഷിക്കാം. 8 ദിവസം വരെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ല. അതിലും കൂടുതൽ ചിലപ്പോൾ ഇരിക്കുമായിരിക്കും. അത് ഞാൻ നോക്കിയിട്ടില്ല. കപ്പ് കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന മറ്റു പല കേക്ക് റെസിപ്പികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.